ചങ്ങായിമാരെ നമുക്ക് തരണ്ടി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടലിൽ കിടന്ന തരണ്ടീനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് ഒരെണ്ണത്തിനല്ല, അതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മളൊരു 2 സ്പൂണാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് പോരാ, കുറച്ച് അധികം അങ്ങോട്ട് മുളക് പൊടി എടുത്തിട്ടു. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫിഷ് മസാലയുണ്ട്. ഫിഷ് മസാല അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിനുള്ളത് തട്ടി. അതിനുശേഷം നമ്മൾ ഉപ്പിട്ടു. അതിനുശേഷം ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതിന് ശേഷം നമ്മുടെ ലുലുവിൻ്റെ ഒരു ജിഞ്ചർ പേസ്റ്റ് കിട്ടും. അത് നമ്മളെടുത്ത് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് അതിലേക്ക് അങ്ങോട്ട് തള്ളി കൊടുത്ത് അതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ച് മറിച്ച് അതിങ്ങനെ കുഴച്ച് കുളുകുളു എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ച് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് ഫ്രൈങ് പാൻ അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഓയിലൊഴിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലാണ് സാധാരണ ഉണ്ടാക്കാറ്. ഇത് അധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടിലൊക്കെ വേണ്ടി ഓയിൽ പിടിപ്പിച്ചു. അതിങ്ങനെ നന്നായി മൊരിച്ചെടുക്കുക. ഒന്ന് ഇളക്കി ആ സാധനം ഒന്ന് നല്ല രീതിയിൽ മൊരിച്ചെടുത്തിട്ട് അത് ആ സാധനം മൊരിച്ചങ്ങോട്ട് എടുക്കുക. മൊരിച്ചെടുത്തതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ കോരിയിട്ട് വയ്ക്കുക. മൊത്തത്തിൽ ആ സാധനം അങ്ങോട്ട് പോരും, എണ്ണ പോരാതെ. അപ്പോൾ അതിൽ കണ്ടോ നമ്മുടെ നല്ല വേപ്പില മൊരിഞ്ഞതും ആ ചിക്കനെ നമ്മുടെ തരണ്ടിയുടെ പീസുകളും ഇതൊക്കെ നല്ല രീതിയിൽ തരണ്ടി മൊരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പീസ് അതിങ്ങനെ ഓരോന്നോരോന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ അത് എടുത്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായി സാധനം. ആ സാധനം ഇങ്ങനെ എടുത്ത് മൊരിഞ്ഞ പീസുകൾ മുഴുവൻ എടുക്കുക കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഉണ്ട് സാധനം, അതും കൂടി ഇടണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ പൊടി അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ളത് പഴയതുള്ളത് കരിയും. നമ്മൾ അടുത്തത് ബാക്കിയുള്ളതും കൂടിയിട്ട് അതും കൂടിയും അതിങ്ങനെ എല്ലാതും നമ്മൾ വാരിയിട്ട് ആ സാധനക്കും എണ്ണയിൽ മൊത്തത്തിലിടുന്നു. അതിന് ശേഷം നമ്മൾ അതും ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് വരെ ഇതാക്കി മൊരിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് ഉള്ളിൽ വലിയ നമ്മുടെ കുക്കറാണ്. ആ കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. അതിന് ശേഷം നമ്മൾ കടുക് ഇട്ടുന്നു. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവിടും. ആ ഉലുവ നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വേപ്പില വേപ്പിലിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. തീയൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലെ പുകകളും. അതിന് ശേഷം നമ്മുടെ ഇഞ്ചി അരിഞ്ഞ് വെച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സംഭവങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെയും കൂടിയിട്ടായിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് തട്ടുക. ഇഞ്ചി വെളുത്തുള്ളിക്കും ഇത്തിരി അധികം വേണ്ട. നമ്മൾ ഇത്രയും അധികം വലിയ 2 തരണ്ടീനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതാക്കാം. പിന്നെ തരണ്ടീനെ വറുത്ത നമ്മുടെ എണ്ണയുണ്ടല്ല അത് അതിലേക്ക് എടുത്ത് ഒഴിക്കുക. ഇതൊക്കെയും കൂടി ഇട്ടിട്ട് ആ എണ്ണയ്ക്കും കൂടിയിട്ട് നന്നായി അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി അതൊരു ബ്രൗൺ കളറാവണ വരയ്ക്ക് നമ്മളിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കുക. മുളക് പൊടി കുറച്ച് അധികം വേണം കേട്ടോ, എന്ന് വെച്ചാൽ സാധനം അധികം ഉണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി ആ മസാലയിലൊന്ന് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കുക. മസാലയിൽ അതുണ്ട് നല്ല രീതിയിൽ പിടിപ്പിച്ച് വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ പുളിയില്ലേ, നമ്മുടെ കോൽപ്പുളി സാധനം വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഇതിലേക്ക് എടുത്തിട്ട് ഒഴിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇത്തിരി നല്ല പുളിപ്പ് രസം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും പുളിയും ഇതൊക്കെ കറക്റ്റായതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തരണ്ടീനെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് കുറച്ച് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി എല്ലാതും അതിലിങ്ങനെ പിടിപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പീസും അതിലേക്ക് ഇട്ട് നമ്മളത് നല്ല രീതിയിൽ ഇളക്കി പിടിപ്പിച്ച് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കുക, നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ നല്ല ഇതിൽ നമ്മുടെ ഇതുണ്ടല്ലോ വിനാഗിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത്
ഇത് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച്, വിനാഗിരി ഇത്തിരി അധികം ഒഴിക്കണുണ്ട്. നമ്മൾ ഈ മീനിൻ്റെ അച്ചാറും ചിക്കൻ്റെ അച്ചാറൊക്കെ ഇടുമ്പോൾ വിനാഗിരി കുറച്ച് അധികം ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിനാഗിരി നന്നായി ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഒന്നും കൂടി തിളപ്പിക്കുക. അതിന് ശേഷം ഈ സാധനം ഉണ്ടല്ലോ, എന്താ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വെള്ളം ഇങ്ങനെ പുളിച്ചിട്ട് ചാടും. അതാണ് ഈ സാധനത്തിൻ്റെ പ്രത്യേകത. അതിനൊക്കെ മുമ്പ് ഒരു സാധനം കിട്ടുക, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി, അതായത് ശരിക്കും ഇത് അച്ചാർ പൗഡറാണ്. കായും ഇതും കൂടിയിട്ട് പൊടിച്ചത്, നല്ല ഉണക്കി പൊടിച്ചത് പൗഡർ വാങ്ങിയിട്ട് സാധനം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ തൂളി കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ അച്ചാറിൻ്റെ ശരിക്കുള്ള മണം വരിക. ഈ അച്ചാർ പൊടി ഇതിട്ടെടുത്ത് കഴിഞ്ഞാൽ, കായപ്പൊടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ, എന്നിട്ട് കായപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് എത്തണ പോലെ നല്ല രീതിയിൽ കൊണ്ട് ഉറച്ചങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇതങ്ങോട്ട് തരണ്ടിയും അങ്ങോട്ട് പിടിച്ച് മോനെ ഉപ്പും പുളിയും ആ വിനാഗിരിയുടെ ഒരു പുളിയും സാധനങ്ങളും ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു കയ്പും അതൊക്കെ കൂടി അങ്ങോട്ട് ആകുമ്പോൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ തരണ്ടി അച്ചാറാക്കാം. നമ്മൾ ഇളക്കുമ്പോൾ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞാരി പോലെയാണ് ഇതിൻ്റെ മാംസം. ഇതിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വരും, കുറേ ഇങ്ങനെ പീസായിട്ട് കിടക്കും. നമ്മൾ ഈ തൊലി കളഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു തൊലി റബ്ബർ പോലെ ഉണ്ടായിരിക്കും. എൻ്റെ പൊന്നു ആ സാധനം അങ്ങോട്ട് കൂട്ടിയിട്ട് നല്ല ചോറിൻ്റെ ഒപ്പം ഈ സാധനത്തേക്ക് നല്ല മട്ടരി ചോറും ഇത്തിരി തൈരും അച്ചാറും സാധനം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പുളിക്കും. അതാണ് ഈ തരണ്ടി അച്ചാർ. ഒന്ന് പരിച്ചു നോക്കിട്ടാ.